ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സലീഷ് ബ്രോ ആണ്. മല്ലു ഫുട്ബോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിന്റെ ട്രാൻസ്ഫേഴ്സും എസ്പെഷ്യലി ടോട്ടൻഹാമിന്റെ ന്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെൽക്കം സലീഷ് ബ്രോ ടു ദ സ്ട്രീം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സലീഷ് ബ്രോ ചാനൽ വന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരെ നമുക്ക് ടോട്ടൻഹാമിലോട്ട് തന്നെ പോവാം. കാരണം ഇപ്പൊ ആസ് ഓഫ് നൗ കത്തി നിൽക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ടോട്ടൻഹാം ഫാൻസ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ ഞാനായിരുന്നു എന്റെ ടീമിനായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹാപ്പി ആയിരുന്നു. അപ്പം നിങ്ങളുടെ കാര്യമാണെങ്കിലും പറയണ്ടല്ലോ. അപ്പം എന്ത് തോന്നുന്നു ഈ 2 സൈനിങ്? അതായത് ഇന്നലെ കുഡൂസ്, ഇന്ന് മോർഗൻ ഗിബ്സ് വൈറ്റ്. വാട്ട് എ സൈനിങ്! ആബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഡാനിയൽ ലെവിക്ക് മനസ്സിലായി, വെറുതെ റാൻഡം അക്കാഡമിക് കിഡ്സിനെയും ചാമ്പ്യൻഷിപ്പ് പ്ലെയറിനൊന്നും വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ജമ്പ് ചെയ്തിട്ട് ആരെയും വാങ്ങിക്കാൻ പോയില്ല. ക്വയറ്റ്, ആരോടും ലിങ്ക് ഇല്ല. 1-2 പ്ലേയേഴ്സുമായിട്ട് റൂമേഴ്സ് ഒക്കെ വന്നു എന്നല്ലാതെ നമ്മളൊരു ജാപ്പനീസ് പ്ലെയറിനെ 5 മില്യൺ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടെല്ലിനെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ടെല്ലിന്റെ കാര്യം ഏതാണ്ട് തോമസ് ഫ്രാങ്ക് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പുള്ളി പറഞ്ഞു ഓക്കെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലോസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ 5 മില്യൺ ഡിഫൻഡറെ മേടിച്ചു. എനിക്ക് തോന്നുന്നു കുഡൂസിന്റെ, ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വെറുതെ ഒരു എന്താ പറയുന്നത്, സാധാരണ നമ്മൾ അപ്രോച്ച് ചെയ്യും, പിന്നെ ബാക്ക് ഓഫ് ചെയ്യും, പൈസ കൂടുതലാന്നൊക്കെ പറയും, അങ്ങനെ സിറ്റുവേഷൻ വരാറുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് വെസ്റ്റ് ഹാമിനടുത്ത് നെഗോഷിയേറ്റ് ചെയ്തു. പ്രോപ്പർ പ്ലെയർ ആണ്, നമുക്ക് വിങ്ങിലൊക്കെ കളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ സണ്ണിന്റെ കാര്യം നമുക്കറിയാം, പുള്ളി ഓൾമോസ്റ്റ് ഏജ് ആയി വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു പ്രോപ്പർ വിങ്ങർ ആവശ്യമുണ്ട്. ഇപ്പോൾ പുള്ളിക്ക് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒക്കെ കളിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ്. പിന്നെ ഗിബ്സ് വൈറ്റിന്റെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് നമ്മൾ ഇഞ്ചുറി കൺസേൺസ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ മാഡിസൺ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ബെൻറ്റൻകോർ കുറച്ച് മത്സരം പുറത്തായിരുന്നു. അപ്പൊ പിള്ളേർ ഇപ്പൊ സാറും ഈ പുതുതായിട്ട് വന്നിട്ടുള്ള പിള്ളേരൊക്കെയാണ് മിഡ്ഫീൽഡ് കളിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കുറെ മത്സരം കണ്ടിന്യൂസ് ആയിട്ട് തോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയായിരുന്നു. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളൊരു 20 മത്സരമൊക്കെ പിള്ളേരെ വെച്ച് കളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കാൻറ്റ് ഡു എനിത്തിങ്. ബിഗ് ടീമിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലെയറെ കൊണ്ടുവന്നത് ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഡിഫൻസ് ഏതാണ്ട് സെറ്റ് ആണ്. കാരണം ഡിഫൻസിൽ നമുക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ 2 പ്ലേയേഴ്സിന് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ആകെ പ്രശ്നം മിഡ്ഫീൽഡും പിന്നെ ഒരു സ്ട്രൈക്കർ ആയിരുന്നു. ഇപ്പൊ സ്ട്രൈക്കറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ടെല്ലിന് കുറച്ചുകൂടി സമയം കൊടുക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷേ പുള്ളി കഴിഞ്ഞ സീസണിൽ ഒരു വലിയ ഇമ്പാക്ട് കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഫസ്റ്റ് സീസണാണ്, 6 മാസമേ കളിച്ചുള്ളൂ. ഇനി എന്തായാലും സൊളാങ്കി, റിച്ചാർഡ്സൺ പോകുന്നു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോപ്പർ വിങ്ങർ, സ്കോർ ചെയ്യുന്ന വിങ്ങർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ നോക്ക് നിങ്ങളുടെ ഒരു ട്രജക്ടറി ആക്ച്വലി എങ്ങനെ ആയിരിക്കും എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഓൺ ദ ബാക്ക് ഓഫ് എ ഗ്രേറ്റ് യൂറോപ്പ ലീഗ് ക്യാമ്പയിൻ, അതായത് സ്പേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് ഒരു ഭയങ്കര ആഘോഷരാവ് തന്നെയായിരുന്നു ശരിക്കും ആ യൂറോപ്പ ലീഗ് ജയിച്ചതെന്ന് പറയുന്നത്. ആർസണൽ ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. വളരെയധികം സങ്കടപ്പെട്ടു. പക്ഷെ ആസ് എ ന്യൂട്രൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്പേഴ്സിന് വളരെ നല്ലൊരു ട്രോഫി, അതൊരു യൂറോപ്യൻ ട്രോഫി തന്നെ കിട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം യു ആർ ഇൻ ദ ചാമ്പ്യൻസ് ലീഗിലുമായി. അപ്പൊ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫാക്ടറോട് ഓൾറെഡി വന്ന് കഴിഞ്ഞു. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വെദർ യു ഷുഡ് റീപ്ലേസ് പോസ്റ്റക്കോഗ്ലു ഓർ നോട്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഐ തിങ്ക് ലിവി മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്. പോസ്റ്റക്കോഗ്ലുവിനെ റീപ്ലേസ് ചെയ്ത് തോമസ് ഫ്രാങ്ക് പോലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്. ട്രോഫി എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു ആസ് നോക്കും നമ്മൾ പ്രീമിയർ ലീഗ് ഫാൻസ് അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മാനേജറാണ് തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. ബ്രെൻഫോർഡിന്റെ ഒക്കെ നമുക്ക് വളരെ ബ്രെൻഫോർഡിനെ സംബന്ധിച്ച് ഒരു ലെജൻഡറി മാനേജറാണ് അദ്ദേഹം. അപ്പം അപ്പൊ ഈ ടോട്ടനമിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ്, ഇപ്പം കുഡൂസിനെ കുറിച്ച് എടുത്തു പറയാൻ എനിക്ക് തോന്നിയത് അവർ 85 മില്യൺ സംതിങ് ആണ് വെസ്റ്റ് ഹാം ആക്ച്വലി ആ ഡീലില് എടുക്കുള്ളൂ എന്ന് കേട്ടു. അപ്പൊ ഞാൻ കേട്ടപ്പോ വിചാരിച്ചേ
85 എന്തായാലും മേ ബി ചെൽസി എടുക്കുമെന്ന് വിചാരിച്ചു ആ അത്ര പ്രൈസിന്, മേ ബി ഒരു 70-75. പക്ഷെ ഇന്നലെ ന്യൂസ് ബ്രേക്ക് ഔട്ട് ചെയ്തു, കുഡൂസ് ടോട്ടനം ജോയിൻ ചെയ്യാൻ പോകുന്നു, അതും 55 മില്യൺ കേട്ടപ്പോഴത്തേക്ക് എന്റെ ബേസിക്കലി ആ ഒരു ന്യൂസും ഞങ്ങളുടെ മഡുവിക്കയുടെ ന്യൂസും കൂടെ ബ്രേക്ക് ആയതോടെ ആർസണൽ ഫാൻസിന്റെ ഒരു ഫുൾ മെൽറ്റ് ഡൗൺ നടക്കുകയാണ്, കംപ്ലീറ്റ് മെൽറ്റ് ഡൗൺ. കാരണം ഈ നമ്മൾ നോക്കുമ്പോൾ മാഡുവിക്കേനും 50 മില്യൺ, കുഡൂസിന് ഏകദേശം 55 മില്യൺ. ലൈക്ക് ഒരു ലോജിക് ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ഒരു സംഭവമായിരുന്നു. ബ്രോയ്ക്ക് എങ്ങനെ തോന്നുന്നു ഈ ഒരു ന്യൂസ് കേട്ടപ്പം? അതെ, ഞാൻ ഇനീഷ്യലി ഞാനൊരു ട്രാൻസ്ഫർ ന്യൂസിനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഞാനത് പറയാൻ കാരണം ഡാനിയൽ ലീവി ഇതുപോലുള്ള പല ടാക്ടിക്കുകളും മുമ്പും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. കുഡൂസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഫ്യൂ പ്ലേയേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് റൂമേഴ്സിലേക്ക് പോവാതെ എനിക്ക് തോന്നുന്നു പുള്ളി തോമസ് ഫ്രാങ്കിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്, എന്താണ് പ്രൈസ് റേഞ്ച്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റവന്യൂ വരും, ടോപ്പ് 4 ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റവന്യൂ കിട്ടും, TV ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ വരും. ഇത് പറഞ്ഞൊരു ബോണസ് ആണ്, കാരണം നമ്മൾ ലീഗിൽ ഫിനിഷ് ചെയ്തത് 15th ആണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ പൈസയൊക്കെ ഒരു ബോണസ് ആണ്. പിന്നെ യൂറോപ്യൻ ലീഗ് അടിച്ചതിന്റെ ആ പൈസയും അവൈലബിൾ ആണ്. പിന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിച്ചാർഡ്സിനെ സെല് ചെയ്യുന്നു കേൾക്കുന്നു, 1-2 പ്ലേയേഴ്സിനെ സെല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ നോക്കിയാലും നമുക്ക് കിട്ടിയിട്ടുള്ള ആ പൈസ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മധുക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളി രണ്ടുപേരും ഫിസിക്കൽ ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇപ്പോ ഡ്രിബ്ലിംഗ് 1-to-1 എബിലിറ്റീസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഡൂസ് ഭയങ്കര ഫിസിക്കൽ ആയിട്ടുള്ള പ്ലെയർ ആണ്. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ബ്രെന്നൻ ജോൺസൺ ആണ് കുഡൂസായിട്ട് കമ്പയർ ചെയ്യുന്നത്. ബ്രെന്നൻ ജോൺസൺ ആരെങ്കിലും തട്ടിയാലും പുള്ളി ഒരു 5 മീറ്റർ അപ്പുറം പോയി വീഴും. അതുപോലുള്ള ഫിസിക്കലുള്ള പ്ലെയർ ആണ്. അവിടെ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ, പക്ഷെ നിങ്ങളുടെ ട്രോഫി വിന്നറാണ്, നിങ്ങളുടെ 100% ഞാൻ എല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഡിഫൻഡർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് മുട്ടി നിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ നല്ല സ്പീഡുള്ള പ്ലെയർ. അതെ, അപ്പൊ നമുക്ക് വേണ്ടത് അവിടെ ഡിഫൻഡേഴ്സിന് ഒന്നുകൂടി എന്താ പറയുക സ്ട്രെസ് കൊടുത്താൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് കുറച്ചുകൂടി സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, മിഡ്ഫീൽഡേഴ്സിനൊക്കെ റൺ ചെയ്തിട്ട് ഒരു സ്കോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. പിന്നെ 55 മില്യൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗുഡ് ഡീൽ. നമ്മൾ 100 ബില്യൺ പേ ചെയ്തിട്ടില്ല, റീസണബിൾ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കോൺട്രാക്ട് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ വി ഡോണ്ട് നോ, പുള്ളിക്ക് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അതൊരു പോസിറ്റീവ് ആണ്. പിന്നെ ഫ്രാങ്കിന്റെ കാര്യം ബ്രോ പറഞ്ഞ പോലെ തന്നെ പുള്ളി ഒരു സിസ്റ്റം കോച്ചാണ്. ഇപ്പൊ നമുക്ക് ഇല്ലാതെ പോയത് പോസ്റ്റ് കോപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ന് പറയുന്നത് ആ ഫൈനലിൽ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ മാച്ചിലും പുള്ളിയുടെ വേ ഓഫ് സ്റ്റൈലാണ് നമ്മൾ കളിച്ചത്. റൈറ്റ്, എന്തൊക്കെ വന്നാലും അതിപ്പോ 9 പ്ലെയർ ആയാലും 11 പ്ലെയർ ആയാലും നമ്മൾ കളിക്കുന്ന സ്റ്റൈലിൽ വലിയ മാറ്റം വന്നിട്ടില്ല. അതിനെതിരെ നമുക്ക് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ലീഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ 2-0 ലീഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, ആവശ്യമുള്ള സമയത്ത് ഓക്കെ, അപ്പൊ അനാവശ്യമായിട്ട് കളിച്ചിട്ട് കളി നോക്കുമ്പോഴാണ് ക്രിറ്റിസിസം വരുന്നത്. പിന്നെ ഫൈനലിൽ എത്തുന്നത് വരെ എല്ലാവരും പറയുന്നത് ഈ സീസണിൽ പുള്ളിനെ സാക്ക് ചെയ്യണം. പക്ഷെ ഫൈനലിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് അത്ര ഫോമിലല്ലായിരുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്, നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ വേറെ ഏതെങ്കിലും ടീമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റിസൾട്ട്, കാരണം ആ മാച്ചിൽ നമ്മൾ ആകെ ഒരു ഷോട്ട് അങ്ങനെ ഉള്ളൂ, ആ ഷോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് വാൻഡോവിന്റെ സൈഡിൽ നിന്ന് വന്നു. ഈ 2 ഇവന്റ് ആണ് നമുക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നത്. ഞാൻ ആ മാച്ച് കണ്ടിരുന്നു. ആക്ച്വലി ആ മാച്ച് കണ്ടപ്പോൾ ഞാനിത് എന്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഒരു ഹേറ്റ് എന്നുള്ള രീതിയിൽ വരാതിരിക്കാനാണ് ഞാൻ കുറിച്ചത്. പക്ഷെ ആ മാച്ചിൽ എനിക്ക് ഈക്വലി പോർ ആയിട്ടാണ് തോന്നിയത്. രണ്ട് യുണൈറ്റഡ് ആണെങ്കിലും ടോട്ടനം ആണെങ്കിലും ഈക്വലി ആ ഒരു ഗോള് എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ ബ്രോ പറഞ്ഞ പോലെ ആ വാൻഡോവിന്റെ ആ ഒരു ക്ലിയറൻസ് ഗംഭീര ക്ലിയറൻസ് ആയിരുന്നു. പക്ഷെ പോകെ പോകെ യുണൈറ്റഡിന് വീണ്ടും ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു ആക്ച്വലി. സോ അവിടെ എനിക്ക് തോന്നിയിരുന്നു അവർ കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ യുണൈറ്റഡിന് പകരം വേറെ ഏതെങ്കിലും ഒരു ടീമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തോക്കുമായിരുന്നു. ഞാനത് റിയലിസ്റ്റിക് ആയിട്ട് പറയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഫുള്ളി ഡോമിനേറ്റ് ചെയ്ത് നമ്മൾ 50 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ച് ജയിച്ചല്ല. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്തു,
പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ആ ഗോള് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. അത് അവിടെ സർപ്രൈസ് ആയിപ്പോയി. ആ ഒരു കാര്യത്തിൽ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ഡിഫെൻഡ് ചെയ്തു അവിടെ. കറക്റ്റ്. അപ്പൊ പുള്ളി ആ ഒരു മത്സരത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ട് ഈ ഗോളിൽ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിപ്പോ ഫൈനലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നോക്കി എങ്ങനെയെങ്കിലും ജയിക്കാന്നുള്ളതാണ്. എന്ത് മെത്തേഡ് യൂസ് ചെയ്യും. ഇപ്പൊ മൊറീഞ്ഞൊക്കെ പറയുന്നത് പോലെ മാർഗ്ഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ജയിക്കുക. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഡാനിയൽ ലീവി വിചാരിച്ചത് പുള്ളിക്കൊരു 200 മില്യൺ കൊടുത്തിട്ട് ഈ സീസണിലും സെയിം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റൈറ്റ് നമ്മൾ മിഡ് ഇയർ സാക്കേണ്ടി വരും. ചിലപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ പുള്ളിനെ സാക്കേണ്ടി വരും. തോമസ് ഫ്രാങ്ക് ആ സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ടെമ്പററി മാനേജറെ കൊണ്ടുവന്ന് വീണ്ടും റീബിൽഡിലേക്ക് പോകുന്നതിന് പകരം ഓക്കെ പുള്ളിക്കൊരു 2 വർഷം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ആ സിസ്റ്റം ബിൽഡ് ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ക്ലിക്ക് ആവായിരിക്കില്ല. പക്ഷെ പതുക്കെ പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ സിസ്റ്റത്തെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോമസ് ഫ്രാങ്കിന്റെ എക്സ്പീരിയൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നു. ആൻഡ് തോമസ് ഫ്രാങ്കിന്റെ സിസ്റ്റം ഞാൻ കണ്ടു, ബ്രെൻഫോർഡിൽ വെച്ച് കണ്ടപ്പോൾ നമുക്കറിയാം തോമസ് ഫ്രാങ്ക് വിങ്ങേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. നമുക്ക് ആ എംബോമയും വിസയൊക്കെ അവിടെ കളിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ സീസണൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു. കഴിഞ്ഞ 2 സീസണായിട്ട് അവരുടെ ആ ഒരു പെർഫോമൻസ്. അപ്പൊ അതിലേക്ക് കുഡൂസ് ഒക്കെ പോലെയുള്ള പ്ലേയേഴ്സ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വിങ്ങില് നിങ്ങളുടെ ലെഫ്റ്റ് വിങ്ങിലാരെന്ന് എനിക്ക് ഈവൻ ടെല്ല് പോലും ഞാൻ ടെല്ലിൽ ആക്ച്വലി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ദർ ഈസ് എ പ്ലെയർ ഇൻ ടെൽ. അതിന് നല്ലൊരു കോച്ചിന് ടെല്ലിനെ നല്ലോണം കോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾസോ ഇപ്പൊ ഒരു പ്രോപ്പർ നമ്പർ 10, അതായത് ഈ ഒരു സിസ്റ്റത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു പ്രോപ്പർ നമ്പർ 10 ആണെന്ന് മോർഗൻ ഗിബ്സുമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആള് നോട്ടിംഗം ഫോറസ്റ്റ് കളിക്കുക. നോട്ടിംഗം ഫോറസ്റ്റ് ഇതേപോലെ ന്യൂനോയുടെ കീഴില് വെൽ കോച്ച്ഡ് ആയിട്ടുള്ള ടീമായിരുന്നു. അവിടെ ആള് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ പെർഫോമൻസ് സ്പേഴ്സിലും കൂടെ കാഴ്ചവെക്കാൻ പറ്റിയ ഐ തിങ്ക് ഒരു നല്ലൊരു ടോപ്പ് 4 ടീമിലോട്ട് എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്നുള്ളത് ഇങ്ങനെ അറിയാലോ, ഒരു എലീറ്റ് സൈനിങ്സ് പിന്നെ വേണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആസ് ഓഫ് നൗ യു ആർ ഗോയിങ് ഓൺ ദ റൈറ്റ് ട്രാജക്ടറി എന്നാണ് എനിക്ക് ഇതുവരെ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. അതെ, നമുക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യങ് പ്ലേയേഴ്സ് ആവറേജ് ഏജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സോണിനെ മാഡിസനെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഓൾമോസ്റ്റ് യങ് പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. അതിപ്പോ ഡിഫൻസിലുണ്ട്. അവിടെ റൊമേറോ കമ്പാരിറ്റീവ്ലി കുറച്ച് ഏജ് ആണ്. ഇവിടെ ആണെങ്കിൽ മാഡിസൺ, സൺ, ഇവര് 3 പേരാണ് കുറച്ച് ഏജ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോ അവരെ കുറച്ചുകൂടി കോച്ച് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് കോച്ച് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് പ്രശ്നം. ഇപ്പോ പോസ്റ്റ് ഗോൾ വന്നതിന് ശേഷം ഏതൊക്കെ പ്ലെയർ ഇംപ്രൂവ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഇല്ല, റൈറ്റ്? പക്ഷെ പുള്ളിയുടെ സിസ്റ്റത്തിൽ കളിച്ച് ചില മാച്ചിലൊക്കെ നമ്മൾ സ്കോർ ചെയ്യും. പക്ഷെ പ്ലേയേഴ്സിന്റെ ഇംപ്രൂവ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഫ്രാങ്കിനെ പോലത്തെ ഒരു മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ യങ്സ്റ്റേഴ്സിന് ഓക്കെ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ കളിക്കാം, ഇപ്പോൾ അഡാപ്റ്റ് ചെയ്യുക. ഇപ്പൊ ഓപ്പണന്റ് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള ഓപ്പണന്റ് ആണെങ്കിൽ വി ആർ ഓക്കെ ടു ഡിഫെൻഡ്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വരണം. എല്ലാ മത്സരം ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ 2 സ്കോർ ചെയ്യുമ്പോൾ നമ്മൾ 3 സ്കോർ ചെയ്യുന്നതിൽ പറയുന്നതിൽ അർത്ഥമില്ല. അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല. നമുക്കത് വർക്ക്ഔട്ട് ആയില്ല എന്ന് കഴിഞ്ഞ സീസണെ നമുക്ക് മനസ്സിലായി. ബാലൻസ് തന്നെയാണ്. ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം എടുക്കുമ്പോഴത് തന്നെ എനിക്ക് പറയാനുള്ളത്, ലിവർപൂളൊക്കെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം. അവര് അറ്റാക്കും ചെയ്യും, അതുപോലെ അവർ ഡിഫെൻഡും ചെയ്യാറില്ല. അല്ലാതെ ഏതിലും ഒരു ഒറ്റ ഫാക്ടർ മാത്രം എപ്പോഴും ഇങ്ങനെ പിടിച്ചപ്പോ നമ്മുടെ കാര്യത്തിൽ ആർസണൽ കാര്യത്തിൽ എപ്പോഴും നമ്മൾ വളരെ ഇൻക്ലൈൻ ടു ഡിഫെൻസീവ് ആണ് നമ്മൾ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റാക്ക് വരുന്നില്ല. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ഇല്ല. പ്ലേയേഴ്സിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ കോച്ചിങ് സ്റ്റൈലിൽ ഡിഫെൻസീവ് ആണ്. എനിവേ കമ്മിങ് ടു എൻ ആർസണൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആർസണൽ ട്രാൻസ്ഫേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഫാൻസ് മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ന്യൂസ് ഇടയ്ക്ക്, അതായത് കഴിഞ്ഞ സൺഡേ വന്ന ന്യൂസുകളൊക്കെ ഭയങ്കര ഹെവി പോസിറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കമില്ല. പിന്നെ ആണ് ഇന്നലെ ആ ഒരു 50 മില്യൺ പാക്കേജ് ബിഡ് എന്ന് പറഞ്ഞ് മാഡ്വേക്കയിലോട്ടൊക്കെ പോകുന്നതും ഒരു കംപ്ലീറ്റ് എന്താന്ന് ഒരു പിടിയും കിട്ടില്ല. അപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു, ആക്ച്വലി മാഡ്വേക്ക് ഒരു മോശം പ്ലെയർ ആയതുകൊണ്ടല്ല നമുക്ക് പ്രശ്നം, ദ ടൈമിംഗ് ഓഫ് ദ ഡീൽ ഈസ് നോട്ട് ഗുഡ്. കാരണം നമുക്ക് പ്രയോറിറ്റി സൈനിങ് ആണ് സ്ട്രൈക്കറും ലെഫ്റ്റ് വിംഗറിനെ സൈൻ ചെയ്തിട്ടായിരുന്നു മാഡ്വേക്കിനെ നമ്മൾ സൈൻ ചെയ്തിരുന്നെങ്കിൽ മേ ബി ദർ ഇസ് ഇത്രയും ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ടാവില്ല ഫാൻസിന്റെ ഭാഗത്തുനിന്ന്. ആസ് എ സ്പേഴ്സ് ഫാൻ ഇതെങ്ങനെയാ ബ്രോ നോക്കിക്കാണുന്നത്? സോ ഞാൻ സുബമൻഡിനെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം പുള്ളിയുടെ എപ്പോഴും ഞാൻ ഔട്ട്സൈഡ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡെക്ലൻ റൈസും പുള്ളിയായിട്ടുള്ള ഒരു പെയറിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിൽ പുള്ളി അടിപൊളി ഒരു പാസറാണ്.
നിങ്ങൾ പുള്ളിയുടെ ഒബ്സർവ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലായേക്കാം. പ്ലസ് റെസിസ്റ്റന്റ് ആണ്, നന്നായിട്ട് പാസ് ചെയ്യാൻ പറ്റും, ബോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ, ആട്രിബ്യൂട്ടുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ പുള്ളിയുടെ സൈഡിൽ നിന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ മധുവക്കിന്റെ കാര്യത്തിൽ എനിക്കറിയില്ല, ഞാൻ പുള്ളിയുടെ ഒരു കഴിഞ്ഞ ഒരു 1-2 സീസണിലെ പെർഫോമൻസ് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണെന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം പുള്ളി വിങ്ങിൽ കളിക്കുന്നുണ്ട്. ഞാൻ പുള്ളിയുടെ കളി ചെൽസിയുടെ വന്നപ്പോ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഷാർലറ്റിൽ വന്നപ്പോ. അപ്പൊ പുള്ളിയുടെ മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ആണ്. പുള്ളി ചിലപ്പം കട്ട് ഇൻ ചെയ്ത് അകത്തേക്കൊക്കെ പോവാറുണ്ട്. പക്ഷെ ഇത് ചെൽസിയുടെ കാര്യം പറയുന്ന പോലെ ചെൽസിയിലെ വിങ്ങേഴ്സും 23 ഇയേഴ്സ് താഴെയുള്ള പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് നാഷണൽസിനൊക്കെ വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ ഇപ്പോ ഏത് പൊസിഷനിലേക്കാണ് പ്ലേയേഴ്സിന് ആവശ്യമുള്ളത്? ഞാൻ വിളിച്ച് നിങ്ങൾ യോക്രേഷിന് സൈൻ ചെയ്യും, യോക്രേഷ് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പുള്ളി ഇപ്പോഴും ആ ഒരു ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ സീസണിലും അതിന്റെ മുമ്പത്തെ സീസണിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രൈക്കറാണ്. അവിടെ ഹിസൂസ് വന്നിട്ട് വർക്കൗട്ട് ആയില്ല, ഹൈ അവേഴ്സിനെ കളിപ്പിച്ചു, അത് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയില്ല. പിന്നെ വിങ്ങേഴ്സ് ഇഞ്ചുറി കൺസേൺ സാക്കൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ മാർട്ടിനലിയെ സെല് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസും അത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾ ഒന്നുകിൽ ഓഷിമാൻ എടുത്ത് പോകും, ഓഷിമാൻ അവൈലബിൾ ആയിരുന്നു, പുള്ളിയുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്ത് പുള്ളിനെ വാങ്ങിക്കും, അല്ലെങ്കിൽ യോക്രേഷിനെ വാങ്ങിക്കും. ഇന്നത്തെ ആദ്യത്തെ സൈനിങ് അതായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഐ റിയലി ഡോണ്ട് നോ. ഇതാണ് ആർട്ടറ്റയെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ പറയുന്നതല്ല, പല ആൾക്കാരും പറയുന്നത് പുള്ളി ഏറ്റവും വീക്ക് ആയിട്ടുള്ള പൊസിഷന് പ്രയോറിറ്റീസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾക്ക് അങ്ങനെയല്ല ബ്രോ, ക്രിറ്റിസിസം ഇറ്റ്സ് ഫൈൻ. ക്രിറ്റിസിസം പറയുന്നതിന് ഒരു പ്രശ്നമില്ല. കാരണം ഈവൻ ആസ് ഫാൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർട്ടറ്റ. ഓക്കെ, ആസ് ഓഫ് നമുക്ക് പറയാം, ഈ നമ്മളെ ആ ഒരു ട്രെഞ്ചസ് ആയിട്ട് ഏറ്റവും മോശം സമയത്ത് നിന്ന് നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചത് ആർട്ടറ്റ തന്നെയാണ്. കൾച്ചർ, ക്ലബ്ബ്, അതൊക്കെ സത്യമാണ്. പക്ഷെ ആ ഒരു പോയിന്റ് ഇങ്ങനെ ഫിനിഷിങ്ങിലോ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ആർട്ടറ്റയുടെ പങ്കുണ്ട്. അപ്പൊ പലരും പറയുന്നതൊക്കെ എഡുവിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ക്ലബ്ബ് ഇയാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നില്ല, ക്ലബ്ബ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഹാവേർട്സ് ഒക്കെ ആർട്ടറ്റ സൈനിങ് ആണ്. അതൊക്കെ ആൾക്കാർ ചുമ്മാ പറയുകയാണ് ഫസ്റ്റ് സൈനിങ്. പക്ഷെ ആർട്ടറ്റ തന്നെ എടുത്തൊരു സൈൻ തന്നെയാണ് ഹാവേർട്സ്. ഓൾസോ അത് ഹാവേർട്സിനെ സ്ട്രൈക്കർ ആയിട്ട് പോലും അല്ല വാങ്ങിച്ചത്, ഈ മിഡ്ഫീൽഡർ ആയിട്ട് കൂടെയാണ് വാങ്ങിച്ചത്. എന്നിട്ടാണ് പിന്നെ അത് വർക്ക്ഔട്ട് ആവത്തോണ്ടാണ് സ്ട്രൈക്കറിലോട്ട് കൺവേർട്ട് ചെയ്തത്. നമ്മുടെ അറ്റാക്കേഴ്സിന്റെ ലിസ്റ്റ്, ആർട്ടറ്റ സൈൻ ചെയ്ത അറ്റാക്കേഴ്സിന്റെ ലിസ്റ്റ് ഈ 6 വർഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതിനകത്ത് മേ ബി കുറച്ചെങ്കിലും അറ്റാക്കിങ്ങില് ബെസ്റ്റ് അറ്റാക്കർ വാങ്ങിച്ചത് ആക്ച്വലി ട്രോസാർഡ് മാത്രമാണ്. അത് മാത്രമേ നമുക്ക് സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ ബാർഗെയിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഹെയ്സൂസിന്റെ കാര്യത്തിൽ ആ ഒരു ഇനിഷ്യൽ 6 months നമ്മൾ കണ്ടൊരു ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതില് ഞാൻ വിചാരിച്ചു ജെസൂസ് ആയിരിക്കും നെക്സ്റ്റ്. ബട്ട് അഗൈൻ അതും വർക്ക്ഔട്ട് ആയില്ല. ഈ പറഞ്ഞ പോലെ ഹാവേർട്സ് വർക്ക്ഔട്ട് ആയില്ലെന്ന് ചോദിച്ചാൽ അതൊരു ഓക്കെ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. കാരണം വാങ്ങിച്ച സ്ട്രൈക്കറിന് വേണ്ടി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ സ്ട്രൈക്കർ ആക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കിംഗ് പ്രൊഫൈൽസ് സെലക്ട് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫാൻ ബേസ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പം ഒരു ഒബ്വിയസ് സൈനിങ്, അതായത് ഇപ്പം നിങ്ങളിപ്പോ സൈൻ ചെയ്ത ആ ഒരു ഗിബ്സ് വൈറ്റ്, നിങ്ങൾക്ക് പ്രശ്നം എന്താ? അറ്റാക്ക് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ലോണം ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന 2 പ്ലേയേഴ്സ്, കുഡൂസും ഗിബ്സും വളരെ ഡയറക്റ്റ് ആണ്. കുഡൂസ് ഒക്കെ ബോൾ കിട്ടിയ അപ്പം ബോൾ കൊണ്ട് പവർഫുൾ റണ്ണറാണ്. ഗിബ്സ് വൈറ്റും അതുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസിലി ഒരു കൗണ്ടർ അറ്റാക്ക് ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കളി കാണാൻ. അപ്പൊ അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് പ്ലേയിലും നമ്മൾ കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഒരുപാട് കൗണ്ടർ അറ്റാക്സ് കിട്ടും, പക്ഷെ എല്ലാം വേസ്റ്റ് ആവും. അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടറ്റയെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ റൂമേഴ്സ് ബ്രോ. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഇപ്പം ഈ ഒരു പോക്ക് കണ്ടിട്ട്? നിങ്ങൾ ഇനി ആരെങ്കിലും സൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടോ ടോട്ടനം, അതോ മിഡ്ഫീൽഡിൽ ആരെങ്കിലും സൈൻ ചെയ്യുന്നുണ്ടോ? കാരണം ഞാൻ കേട്ടു ഹോയ്ബർഗിനെ നിങ്ങൾ വിൽക്കാൻ പോവാന്ന് കേൾക്കുന്നുണ്ട്. സോ നമ്മള് നമ്പർ 6 ആയിട്ട് ഒരു പ്ലെയറിനെ ഇപ്പോ പോസ്റ്റക്കോഗ്ലു സിസ്റ്റത്തിൽ നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് പെഡ്രോ പോറോനൊക്കെയാണ് നമ്പർ 6 കളിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഇറങ്ങി വന്നിട്ട് ഒരു പ്രോപ്പർ നമ്പർ 6 അല്ല. ഹോയ്ബർഗ് ആയിരുന്നു നമ്മുടെ അവസാനത്തെ നമ്പർ 6. പിന്നെ പണ്ട് ഡംബലിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പൊസിഷനിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളെ സൈൻ ചെയ്യുന്നതാണ് തോന്നുന്നത്. പക്ഷെ ആരെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു കോൺഫർമേഷൻ ഇല്ല. അത് മാത്രമല്ല, മിഡ്ഫീൽഡിൽ ക്രിയേറ്റീവ് ആയിട്ട് ഇപ്പോ ഗിബ്സ് വൈറ്റ് വന്നു, മാഡിസന്റെ ബാക്കപ്പ് ആയിട്ട് പുള്ളി വന്നതാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോ ബ്ലോക്കിനൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ഓപ്ഷൻസ് ഇല്ല. കാരണം വിംഗേഴ്സിന് അകത്ത് കയറാൻ പറ്റുന്നില്ല,
അല്ലെങ്കിൽ ആകെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോസ് ഇടുക, ഹെഡർ വെച്ച് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അവിടെയാണ് നമുക്കൊരു കില്ലർ പ്ലെയർ ഇപ്പോ ലിവർപൂളൊക്കെ സൈൻ ചെയ്ത് പോയിട്ടുള്ള ഹാഗൻ വിഡ്സിനെ പോലത്തെ, അതായത് അകത്ത് കയറി ഡ്രിബിൾ ചെയ്തിട്ട് അവിടെ ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ചാൻസ് അടിക്കുന്ന അങ്ങനത്തെ ഒരു പ്ലെയർ, റിസ്ക് എടുക്കാൻ പറ്റുന്ന പ്ലെയർ. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയർ മിഡ്ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് എനിക്ക് തോന്നുന്നു വളരെ വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. എസ്പെഷ്യലി മാഡിസൺ ഔട്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഭയങ്കര പ്രശ്നം വരാറുണ്ട്. ഇപ്പൊ പുള്ളിയാണ് ആ ഒരു റോള്. ചിലപ്പോൾ പുള്ളി അകത്ത് കയറി ബോൾ റിസീവ് ചെയ്ത് ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ പുള്ളി പാസ് കൊടുക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്, എസ്പെഷ്യലി ലോ ബ്ലോക്കിനെതിരെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പ്ലെയറെ കൂടി സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിച്ചാർഡ്സിനെ ഓഫ്ലോഡ് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡിലേക്ക് വരാനാണ് കൂടുതൽ ചാൻസ്, എസ്പെഷ്യലി നമ്പർ 6 പൊസിഷനിലേക്ക്. എനിക്കൊന്ന് ഡിഫൻസ് ഓൾമോസ്റ്റ് റെഡിയാണ്. റൊമേറോ പോകുന്നു കേൾക്കുന്നു. അത്ലറ്റിക്കോ പുള്ളിക്കായിട്ട് ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ ഒക്കെ നടത്തി എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ഒരു 80 million ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമേറോനെ ഓഫ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നമ്മളിപ്പോ ബാക്കിയുള്ള പ്ലെയറെ വെച്ചിട്ട് ഇപ്പൊ വാൻഡവനും ഇപ്പൊ ഉഡോജിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, കാരണം പുള്ളിനെ ഒരുപാട് ആൾക്കാർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. AC മിലാൻ ഇൻട്രസ്റ്റ് ആണെന്ന് കേൾക്കുന്നു. 1-2 പ്ലേയേഴ്സ് ഒക്കെ പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 പ്ലേയേഴ്സ് ആണ് പോകുന്നുള്ള റൂമേഴ്സിലുള്ള. ബാക്കി എല്ലാ പ്ലേയേഴ്സും കോൺട്രാക്ട് അവൈലബിൾ ആണ്. അവരൊക്കെ ഈ സീസൺ കൂടി ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ ബ്രോ. ഓക്കെ നൈസ് ഗുഡ്. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളപ്പം നിങ്ങൾ ബ്രോഡ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ ഇപ്പോഴും? എക്സ്പെക്ടേഷൻ മാച്ച് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്കറിയാം ഇപ്പം അതൊരു എക്സ്പെക്ടേഷൻ പറയാനും പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും അല്ല, ഇപ്പൊ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ സീസൺ ആയാലും ഒരു ടോപ്പ് 6 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീസൺ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ഫ്രാങ്കിന്റെ ഫസ്റ്റ് സീസൺ ആണ്. നമ്മളെ കമ്പയർ ടു ലാസ്റ്റ് സീസൺ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പറയുന്നതല്ല, ഇപ്പൊ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യണം. ചില ടീമിന്റെ കളി അറിയാം, നമുക്കറിയാം. ഇപ്പൊ പ്ലെയർ ടു പ്ലെയർ മാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമാണ്. അവർ മോശമല്ല, നമ്മൾ നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമുകളാണ്. ആ കളി ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. മാക്സിമം 100% ഇട്ട്. ചില മാച്ചിൽ നമ്മൾ തോക്കും, എല്ലാ മാച്ചും ജയിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ആവറേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റെലിഗേഷൻ ഫൈറ്റ് പോകുന്ന ടീമിനെതിരെ കഴിഞ്ഞ വർഷം ലെസ്റ്ററിനെതിരെ നമ്മൾ സമനില പിടിച്ചു. പല ടീമിനെതിരെ അങ്ങനെ തോറ്റിട്ടുണ്ട്. അങ്ങനെ തോക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. എസ്പെഷ്യലി ഹോമിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഈ റെലിഗേഷൻ ഫൈറ്റ് നടക്കുന്ന ടീമിനെതിരെയൊക്കെ തോറ്റിട്ടുണ്ട്. അതാണ് ആകെയുള്ള എക്സ്പെക്ടേഷൻ. ടോപ്പ് 6 പിടിക്കുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുക, ടോപ്പ് 4 കിട്ടിയ ഹാപ്പിയാണ്. പക്ഷെ ഞാനങ്ങനെ കൂടുതലായി എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം പുള്ളിക്ക് ഒരു ലോങ് ടേം കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ആർട്ടറ്റയ്ക്ക് കൊടുത്ത പോലെ, അല്ലെങ്കിൽ ഇപ്പൊ തോമസ് ഫ്രാങ്കിന് ബ്രെൻഫോർഡ് കൊടുത്ത പോലെ ഒരു 3 വർഷമെങ്കിലും കൊടുക്കുക. ഇതിപ്പോ 1.5 വർഷമാണ് ഒരു കോച്ചിന് കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 4 കോച്ചിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനോ, മൊറീഞ്ഞോ, കോണ്ടെ, ഇത് കഴിഞ്ഞ ശേഷം ആഞ്ച് പോസ്റ്റെക്കോഗ്ലു, 4 പേരും മാക്സിമം നിന്നത് 1.5 വർഷമാണ്. 1.5 വർഷത്തിന് താഴെ നിന്നിട്ടുള്ളൂ. നമ്മൾക്ക് അതൊരു ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നത് ഓക്കെ, ഒരു സീസൺ പോയാലും പോട്ടെ, ഒരു 3 സീസൺ കൊടുക്കുക, റൈറ്റ്? എന്നിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ കോച്ചിനെ മാറ്റിയതിനെ കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി ഈ ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്, റൈറ്റ്? ഒന്നുകിൽ പ്രോപ്പർ ആയിട്ട് ഒരാൾക്ക് ടൈം കൊടുക്കുക, റീബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അത് കൊടുക്കാതിരുന്നിട്ട് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു സീസണിൽ ഓഫർ കിട്ടും, താഴോട്ട് പോകും. അല്ലെങ്കിൽ ചെൽസിയെ പോലെ ഫണ്ട് ചെയ്ത് അത്ര പ്ലേയേഴ്സിനെ കൊടുക്കുക. അവർ 15 പ്ലെയറിനെ വാങ്ങി 5 പ്ലെയറിനെ വിൽക്കുന്നു, പിന്നെ ഒരു 10 പ്ലെയറിനെ കൊണ്ടുവരുന്നു. നമുക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല ബ്രോ, അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഓരോ പൊസിഷനിലും 3 പ്ലെയർ അവൈലബിൾ ആണ്. അവർക്ക് ചൂസ് ചെയ്യ ആരെ കളിപ്പിക്കണം, റൈറ്റ്? നമുക്ക് ആരെ വിൽക്കണം, എത്രയ്ക്ക് വിൽക്കണം, ഇതൊന്നും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. കാരണം എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടെ. ഞാൻ പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നാ. കാരണം ആർസനലും ചെൽസിയും തമ്മിലുള്ള എനിക്ക് അറിഞ്ഞൂടെ ഇവര് റൈവൽസ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാനൊരു ന്യൂസ് കേട്ടത്, ചെൽസിയുടെ കീഴിലുള്ള ഒരു ഹോട്ടൽ ചെയിൻ ഉണ്ട്. അത് അവര് പിന്നെ അവരുടെ പാർട്ട്ണർ ആയിട്ടുള്ള വേറൊരാൾക്ക് വിൽക്കുന്നു. ഇന്റേണൽ ആയിട്ട് ആ പൈസ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതൊക്കെ എന്താണ് നടക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ, സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇതൊക്കെ ന്യൂസ് കാണുന്നുണ്ട്. പക്ഷെ അഗൈൻ അത് ചെയ്ത് കണ്ടപ്പോഴാണ് ആക്ച്വലി ആസ്റ്റൺ വില്ലക്ക് ഈ PSR ഇഷ്യൂ വന്നപ്പോ ആസ്റ്റൺ വില്ല അവരുടെ വുമൻസ് ടീമിന് 55 million ആണ് അവർ അവരുടെ സിസ്റ്റർ ഇതേപോലെ ഒരു ഫ്രാഞ്ചൈസി പോലെ ഉള്ള ഇന്റേണൽ ആയിട്ട് തന്നെ അവർ മണി ലോണ്ടറിങ് പോലെ എന്തോ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാതുകൊണ്ട് നമുക്ക് പിന്നെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. അവർക്ക് 20 million ഫൈൻ അടിച്ചു എന്ന് കേട്ടു, പിന്നെ ഈ ന്യൂസ് കേട്ടു. പക്ഷെ അറിയില്ല ഇത് റീസൺ
ഇപ്പൊ നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് പൈസ ഉണ്ട്. ഇപ്പൊ സ്പേഴ്സിന്റെ അക്കാര്യത്തിലൊന്നും ടെൻഷനില്ല, നമ്മൾ സ്പെൻഡ് ചെയ്യത്തില്ല. സ്റ്റേഡിയം റവന്യൂ ഒക്കെ ഭയങ്കര ഹെവി റവന്യൂ. അല്ല, പുള്ളി എനിക്ക് തോന്നുന്നു ഡാനിയൽ ലീവിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതുണ്ട്. പുള്ളി വെൽ റൺ ബിസിനസ് ആണ്. ഞാൻ ഫുട്ബോൾ ക്ലബ് എന്ന് പറയില്ല, നന്നായിട്ടുള്ള ബിസിനസ് ആണ്. കാരണം പുള്ളിക്കറിയാം എങ്ങനെ. ഇപ്പോഴും ആ സ്റ്റേഡിയത്തിന്റെ നെയിമിംഗ് റൈറ്റ് കൊടുത്തിട്ടില്ല. വേറെ ഏതെങ്കിലും ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ നെയിമിംഗ് റൈറ്റ് കൊടുത്ത് ഒരു 1 ബില്യൺ ഒക്കെ അടിച്ചെടുക്കായിരുന്നു. പുള്ളി ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പുള്ളിയുടെ പൈസ കിട്ടാതെ പുള്ളി കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല. അതിപ്പോ ഹാരി കെയിന്റെ ഡീലായാലും വേറെ ആരെങ്കിലും 1 വർഷം കോൺട്രാക്ട് ബാക്കി വെക്കുന്ന സമയത്ത് ഓക്കെ പോട്ടെ, 60 മില്യൺ 60 മില്യൺ പുള്ളി 100 എത്തുന്നവരെ. അതാണ് പുള്ളിയുടെ ഒരു നെഗോഷിയേഷൻ പവർ എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ക്ലബിന്റെ അക്കൗണ്ട്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്. പക്ഷെ അതേപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. പുള്ളി കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നില്ല എന്നുള്ളത്. എന്തെങ്കിലും ഒരു ചേഞ്ച് വന്ന് കാണും ആളുടെ മനസ്സിന്. കാരണം ആ ഒരു ട്രോഫി കിട്ടിയപ്പോ ആ ഒരു ട്രോഫിയുടെ ആ ടേസ്റ്റ് കിട്ടിയപ്പം ഓക്കെ ദിസ് ഫീൽസ് ഗുഡ്. അപ്പൊ ഇനി അത് ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി ഇത് സക്സസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ആൾക്ക് അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ നമ്മൾ യൂറോപ്യൻ ലീഗ് അടിച്ചിട്ടില്ലെങ്കിൽ ലേവിക്ക് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമായിരുന്നു 100%. കാരണം നമ്മളെ ഏറ്റവും ബേസ്റ്റ് ആയിട്ടുള്ള വേഴ്സ്റ്റ് ക്യാമ്പയിൻ, അതുകൂടാതെ പോസ്റ്റെകോഗ്ലുവിനെ കറക്റ്റ് ആയിട്ട് സാക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ലീഗ് തോക്കുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ എല്ലാവരും പുള്ളിനെ ബ്ലോക്ക് ചെയ്തിട്ട് പ്രൊട്ടസ്റ്റിലേക്ക് പോവായിരുന്നു. ഭാഗ്യത്തിന് ആ പ്രൊട്ടസ്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോയത് ഈ കപ്പാണ്. കപ്പ് അടിച്ചതോടെ ആൾക്കാർ കുറച്ച് സോഫ്റ്റ് ആയി. പിന്നെ ലിവിയുടെ മേത്ത് പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് പുള്ളി ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്ലേയേഴ്സിന് സൈൻ ചെയ്യുന്നതിന് പകരം 2-3 കീ പ്ലേയേഴ്സിനെ വാങ്ങിക്കൊടുക്കുക. ഇപ്പൊ ലിവർപൂൾ ഒരു സീസൺ, ഇപ്പൊ സ്ലോട്ട് വന്ന സീസൺ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രധാനപ്പെട്ട സൈനിങ്സ് ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഒരു പ്ലെയർ എങ്ങനെ വാങ്ങിച്ചത്. പക്ഷെ അതിനുശേഷമുള്ള സീസണിലാണ് ഇപ്പോൾ അവർ 200-250 മില്യൺ സ്പെൻഡ് ചെയ്തിട്ട് 4 പ്ലെയറിനെ കറക്റ്റ് ആയിട്ട് വാങ്ങിക്കൊടുത്തത്. അതുപോലെ ആയിരിക്കാം ഇപ്പോ അവർ നോക്കുന്നുണ്ടാവുക. ഈ കോച്ചിനെ കൊണ്ടുവന്ന് കോച്ച് എന്ത് ചെയ്യുന്നു നോക്കട്ടെ, അതിനുശേഷം പുള്ളിക്ക് വേണമെങ്കിൽ ഇനിയും വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു. അപ്പം എനിവേ ലെറ്റ്സ് സീ. അപ്പൊ ഈ സീസൺ എന്തായാലും ഓഗസ്റ്റിൽ തുടങ്ങും. പ്രീ സീസൺ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് പ്രീ സീസണിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരിക്കും തോമസ് ഫ്രാങ്ക് കളിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി മനസ്സിലായി സ്പേഴ്സ് ഫാൻസ് ഓൾറെഡി എക്സൈറ്റഡ് ആണ്. നമുക്ക് PSG ആയിട്ട് ഒരു മാച്ച് വരുന്നുണ്ട്, സൂപ്പർ കപ്പ്. ഞാൻ ഇങ്ങനെ ദൈവമേ എങ്ങാനും PSG മോശം ദിവസമാണെങ്കിൽ PSG കളി എന്റെ പൊന്നോ, റെയിലിനൊക്കെ നേലം തൊടിച്ചിട്ടില്ല. അതുപോലത്തെ കളിയാണ് അവർ കളിക്കുന്നത്. അവരെനിക്ക് തോന്നുന്നു ഒരു രക്ഷയില്ലാത്ത പെർഫോം. മിഡ്ഫീൽഡിനൊന്നും മുട്ടി നിൽക്കാൻ പറ്റാത്ത PSG ഉണ്ടല്ലോ. PSG ഇപ്പൊ ആ ഒരു ബയേണിന്റെ ഒരു സ്റ്റൈലില്ല. ഒരു സമയത്ത് ബയൺ ഓർമ്മയില്ല, മറ്റേ നമ്മുടെ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിലുള്ള ഒരു ബയൺ, ആ ഒരു മോഡിലാണ്. അവർക്ക് അവർ ഡിഫെൻഡും ചെയ്യും, അറ്റാക്ക് ചെയ്യും, ഭയങ്കര ഡയറക്റ്റ് ആണ്. പക്ഷെ സമ്മതിയാണ് ലൂസ് എൻട്രിക്ക് എന്ന് പറഞ്ഞ മാനേജറിനുണ്ടല്ലോ നമ്മൾ തൊഴണം. ആ ലെജൻഡറി മാനേജർ എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ കഴിഞ്ഞ സീസൺ PSG ഒരു ആവറേജ് ടീമായിരുന്നു, ഒരു മിഡ് ആവറേജ് ടീം. ജാനുവരി അങ്ങോട്ട് കഴിഞ്ഞെന്നോ അവർ വേറെ ഒരു ലീഗിലോട്ട് മാറി. അത് എങ്ങനെയൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. പക്ഷെ അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഒന്നും പറയാനില്ല. അപ്പൊ ആ ഒരു മാച്ച് ഗംഭീരമായിരിക്കും. അതെന്നാ അത് ഈ മാസമാണോ? ഈ മാസമാണെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല, നോക്കണം. പക്ഷേ ഒരു മാച്ച് വരുന്നുണ്ട്. സ്പേഴ്സൊക്കെ ഒരു സൂപ്പർ കപ്പിൽ കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബ്രോ. അതിൽ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം നിൽക്കുന്നത് അവരിപ്പോ ഈ വർഷത്തെ ഫോം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തോപ്പിച്ച ടീമിനെ നോക്കിയ 4-0, 5-0, 3-0 ഇങ്ങനെയൊക്കെയാണ് ലിവർപൂളിനെ, ഇന്റർ മിലാനെ, റയൽ മാഡ്രിഡിനൊക്കെ അടിച്ചിട്ടത്. അവർക്ക് എതിർ ടീം അവർ ശരിക്കും സെക്കൻഡ് ഹാഫിലൊന്നും കളിക്കുന്നില്ല, മതിയായി. അവർക്കറിയാം എന്തിനാ വെറുതെ ഹ്യൂമിലിറ്റി ചെയ്യുന്നത് പറഞ്ഞിട്ട് ബ്രേക്ക് താഴോട്ട് പോവാണ്. കാരണം അവർക്ക് വേണം ഇനി അടിക്കാം. സത്യം പറഞ്ഞാൽ അവർ അങ്ങനെയാണ് കളിച്ചത്. PSG കുറിച്ച് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ കുറെ പറയേണ്ടി വരും. കാരണം ആ ഒരു റീബിൽഡും കാര്യങ്ങളൊക്കെ ശരിക്കും പറയാതിരിക്കാൻ വയ്യ. ഗ്രേറ്റ്. അപ്പം എനിവേ താങ്ക് യു സോ മച്ച് സലീഷ് ബ്രോ ഫോർ ജോയിനിങ് ദിസ് ടീം കേട്ടോ. അടിപൊളി ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രോ ഒന്ന് നമുക്ക് ഇനിയും നമുക്ക് കാണാം ഇതില്. നമ്മുടെ MTA ഇതിനെ ഒരു ചെറിയൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ MTA 360 എന്ന് പറഞ്ഞൊരു ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിതിൽ
കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ യെസ്, അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബ്രോയ്ക്ക് ടൈം കിട്ടുമ്പോൾ അതിലും വരിക. ഷുവർ ഉറപ്പായിട്ടും വിളിക്കുക. അപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് കാണാം. യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ബ്രോ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. ബൈ. യെസ്, അപ്പോൾ ഒരു അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. അങ്ങനെ ടോട്ടൻഹാമിന്റെ ഇപ്പോഴത്തെ സൈനിങ്സിനെ കുറിച്ചും ആൻഡ് ആർസണലിന്റെ കുറച്ച് ഒരുപാട് സംസാരിച്ചില്ല, കാരണം സലീഷ് ബ്രോയോടൊപ്പം കൂടുതൽ ടോട്ടൻഹാമിലായിരുന്നു ഫോക്കസ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും ഈ വർഷത്തെ ഇപ്രാവശ്യത്തെ തോമസ് ഫ്രാങ്കിന്റെ കീഴിലുള്ള ടോട്ടൻഹാമിന്റെ അവസ്ഥ എന്നുള്ളത്. ആൻഡ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, MTA 360 എന്നാണ് അതിന്റെ പേര്. അത് കുറച്ചുകൂടെ ഒരു ഇംഗ്ലീഷ് ഓറിയന്റഡ് ചാനലായിരിക്കും. അപ്പം മിക്ക എല്ലാ കോണ്ടന്റ്സും ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ അതിൽ കുറച്ചുകൂടെ വേറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് മറ്റു പല സ്റ്റേറ്റ്സിൽ നിന്നൊക്കെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് പിടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതും പോയി കാണുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടോട്ടൻഹാമിന്റെ വിൻഡോ, എസ്പെഷ്യലി ഇതുവരെയുള്ള വിൻഡോ റേറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മറ്റേ മൊത്തത്തിൽ ജനറൽ ഫുട്ബോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമന്റ്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാന്നാണ്. അപ്പം എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് സ്ട്രീം. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്.